ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമുക്കപ്പം ഇന്ന് ചാരുവിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ചാരുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. ഒരു കുഞ്ഞു ആഘോഷമായിരുന്നു. നമ്മൾ ഫാമിലി കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അനുവേട്ടനാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു 10:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. കേക്ക് മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ചേച്ചി. നമ്മൾ മത്തായിസിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേക്കും മത്തായിസ് തന്നെയാണ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെയും സെക്കൻഡ് ബർത്ത്ഡേൻ്റെയും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് കേക്കൊക്കെ മേടിച്ച് അങ്ങനെ നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ഒരു നേരത്തെ ഇങ്ങോട്ട് വരികയും വേണമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടോപ്പോയ്ക്ക് ഇവിടെ ഉള്ളതും കൊണ്ടേ നമ്മളെല്ലാവരും കൂടിയാണല്ലോ പോണത്. അപ്പോൾ അവന് വന്നിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും ഇതാ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ അടിച്ച് മഴ വരുന്നുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് സിമ്പിളായിട്ടുള്ള കേക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ വാമിക. ചാരുവിൻ്റെ പേര് വാമിക. അച്ചുവിൻ്റെ പേര് ഹർഷിക എന്നാണ് കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത്തിരി മൂശാട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പിടിച്ചെടുക്കാനൊന്നുമില്ല. കാരണം വെറുതെ കരയിപ്പിക്കണ്ടല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കരയിപ്പിക്കലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ആൾ ആ കേക്ക് മുറിക്കാൻ കാത്തിക്കായിരുന്നു. അപ്പം എല്ലാവരും കണ്ടിട്ടായിട്ടാണെന്ന് അറിയില്ല, ഒന്ന് കരഞ്ഞു കേട്ടോ. എന്നാലും പിന്നെ കുഴപ്പമില്ല, കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്കൊക്കെ കൊടുത്തപ്പോൾ കഴിച്ചു കേട്ടോ. കണ്ടോ, നല്ലൊരു കരച്ചിലായിരുന്നു. അച്ചുവിനെ ചോദിക്കുമ്പോൾ അത്രയല്ല കേട്ടോ. അച്ചു ഭയങ്കര, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കേക്ക് മുറിക്കണ സമയത്തും അച്ചു ആൾക്കാരെ കണ്ടാലേ ഭയങ്കരമായിട്ട് കരയായിരുന്നു. ചാരു അത്രയും പ്രശ്നമില്ല. കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് ആളും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫുഡ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയും അതേപോലെ അവിടെ ഒരു കാറ്ററിംഗ് ഉണ്ട്. അത് നമ്മളെ മന്ദകുലി, നമ്മളെ വീടിൻ്റെ ഭാഗത്തില്ലേ, അവിടെ മേലെയായിട്ട് ഒരു എന്താ ഒരു ലയൺസ് ബാബുവായിട്ട് നടത്തണ, അങ്ങനെ കേട്ടോ പൊതുവെ പറയാറ്. അവരുടെ കാറ്ററിങ്ങിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്നാണ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അവിടെ നിന്നുള്ള മിക്കവാറും എല്ലാ ഫുഡും നല്ല, അവർ സദ്യയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മാമൻ്റെ മോളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. നല്ല രസമുള്ള സദ്യയായിരുന്നു. അടിപൊളി. നിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ട്, ബത്തേരി അരവിന്ദ് ഹോട്ടൽ. അവിടെ നിന്നായിരുന്നു ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട്ടിൽ കൂടലിലും നിച്ചുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ നല്ല ഫുഡ് തന്നെയാണ്. അപ്പം എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. അതിനിടയ്ക്ക് നിച്ചൂട്ടനും കേക്ക് കഴിച്ചു കേട്ടോ. നിച്ചൂട്ടൻ്റെ ബർത്ത്ഡേക്ക് നിച്ചു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയാറുണ്ട്, അവൻ ഫസ്റ്റത്തെ ടൈം എന്തെങ്കിലും ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുത്തിപ്പിടിച്ച് കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ അവൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്ക് അറിഞ്ഞിട്ടില്ല, പക്ഷെ അവൻ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് തീരാനാവില്ലേ കേക്ക്. ഞാൻ ഇപ്രാവശ്യത്തേക്ക് ആണെങ്കിൽ നമ്മളും കുഞ്ഞിതായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കേക്ക് തന്നെ ഞാനിവിടെ എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് വിടുക ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് തീരാനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ നമ്മളെടുത്ത് കളയാൻ നേരത്ത് കൂടുതൽ കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നിച്ചു ഭയങ്കര കഴിക്കല്. പിന്നെ അവന് കേക്ക് വേണം. പിന്നെ ഇവിടെ നിന്ന് ആ കേക്ക് അത് വരെ അത്രയും കേക്ക് അവിടെ ഉണ്ടായിട്ട് അവരത് വേണ്ട, തീർന്നു കഴിഞ്ഞാൽ വേണം. അതേപോലെ തന്നെ ഈ അരവണ പായസമൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് അവൻ്റെ വയർ എത്ര പിടിച്ച് കൊടുത്താലും അവൻ കഴിക്കില്ല. പിന്നെ തീരാനാകുമ്പോൾ കുപ്പിയൊക്കെ അവൻ അടിയെത്തില്ലേ, അപ്പോൾ അവനത് കഴിക്കാൻ തോന്നും. എന്നിട്ട് പിന്നെ സാധനം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ എപ്പോഴും അതാണ് അവസ്ഥ. പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് അതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കുക നിർബന്ധമാണല്ലോ. പിന്നെ ഞാനിവിടെ പോകുമ്പോഴും ക്യാമറയും കൊണ്ട് ഫോണേയും കൊണ്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും ചെയ്യും. പിന്നെ ചേച്ചിയാണെങ്കിലും കുട്ടിക്ക് വേണ്ടിയിട്ട് ചാരുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും അങ്ങനെ കുറേ എടുത്തു കേട്ടോ. എല്ലാവരുള്ള ഫോട്ടോസ് എടുത്തു. ഇപ്പം ഇത് ചേച്ചീൻ്റെ വീഡിയോസ് കാണാൻ അറിയാം, മുൻപൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ നാത്തൂനാണ്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ചേച്ചീൻ്റെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ സുഖമാണ്. ചാരു ഇവിടെ ഉണ്ടാവേ ഇല്ല. മിക്കവാറും ചേച്ചി പറയും ചാരുവിൻ്റെ അമ്മ ചേച്ചിയാണെന്ന്. കാരണം ചേച്ചി പറയണത് അനുവേട്ടൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പം മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏട്ടൻ വന്നിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട്, നിശാന്തേട്ടൻ വന്നിട്ട് കൊണ്ടുപോകും അങ്ങോട്ട്. പിന്നെ അവിടെ തന്നെ ആയിരിക്കും. അതേപോലെ അവരോട് എങ്ങടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലൊക്കെ ഫുള്ള് കറങ്ങാൻ പോകും കേട്ടോ. അങ്ങനെ ചാരു ഫുൾ ടൈം അവിടെ ആയിരിക്കും. അങ്ങനെ അച്ചുവാണെങ്കിൽ പിന്നെ ഉണ്ടായ സമയത്ത് മുതലേ ചേച്ചീനെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാലും, ഞാൻ വിഷുവെന്ന് ഇപ്പം പിറന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചതാ, വന്നിട്ടില്ല, അമ്മ വരുമ്പോൾ വരാം അങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചി അച്ചുവും ചാരുവും കൂടെ അച്ഛൻ കൂട്ടാൻ പോകും. വിഷുവിൻ്റെ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടാൻ പോകും. പിന്നെ നമുക്ക് നാട്ടിലാണെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വേറെ ഫാമിലി കണ്ടില്ലേ, അതവരെ എന്താ പറയുക, അനുഷേച്ചിൻ്റെ നാത്തൂന്ന് പറയില്ലേ, നാത്തൂനല്ലല്ലോ, ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അമൃത അവിടെ ഇരിക്കുന്നത്. അവർ കുറേ ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഫാമിലി തന്നെയാണ്, അവിടെ തന്നെയാണ് കല്യാണം കഴിച്ചത് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ
കേക്കൊക്കെ ഇട്ട് കഴിത് കഴിഞ്ഞപ്പം ഒന്ന് ഉഷാറായപ്പോൾ പിന്നെ ചായനെ എടുത്തു വരികയൊക്കെ ചെയ്യും കേട്ടോ, വലിയ കുഴപ്പമില്ല. അച്ഛനൊന്നും ഈ പ്രായത്തിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞില്ല, ചേച്ചീനെ ഇങ്ങനെ ഒട്ടിയും കൊണ്ടായിരുന്നു. പക്ഷെ ചായ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ സീനൊന്നുമില്ല, വരികയൊക്കെ ചെയ്യും. കാരണം ഇങ്ങനെ മക്കൾ ഇപ്പം അപ്പുറത്തും കാണണ്ടല്ലോ. അച്ഛൻ ഉണ്ടാവുന്ന സമയത്ത് അച്ഛൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഇപ്പം അപ്പുറത്ത് ഗൗരി ഉണ്ട്, പിന്നെ അച്ഛനുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ നിച്ചൂട്ടനൊന്നും ഫോട്ടോ എടുക്കാൻ തന്നെ കിട്ടണില്ല, എന്തൊക്കെ വികൃതിയായി കാട്ടണേന്ന് അവൻ തന്നെ അറിയില്ല. ചേച്ചി കുറെ ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ വെക്കേഷൻ ഒന്ന് പോയ സമയത്ത് കുറെ ചട്ടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറെ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ വെച്ചിട്ടുണ്ട്, ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ആ സൈഡിലൊക്കെ പിടിച്ചായി വരുന്നുള്ളൂ. അവൻ രണ്ട് തട്ടാണ്. കുറേ ചെടിയൊക്കെ ഒന്ന് രണ്ട് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചടക്കാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഫുഡ് നമ്മളെ വീടിൻ്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. പിന്നെന്താ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടോബോയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും അവൻ്റെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് അപ്പോഴേക്കും ചിലപ്പോൾ അവന് വിശക്കും. അതുകൊണ്ട് പിന്നെ അതൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് നേരെ പോയി കൊടുക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞ് ഫംഗ്ഷനായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡവിൻ്റെ ഒരു ബോഡി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷാണ്, അതായത് ബോഡി സ്ക്രബ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ മുഖത്തൊക്കെ സ്ക്രബ് ഉപയോഗിക്കില്ലേ, ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടും ക്ലീൻ ആവാനൊക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ലൊരു സ്ക്രബാണ്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് മാമഅർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള, നമുക്കിത് ഫേസിലും അപ്ലൈ ചെയ്യാം, ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൻ്റെ തന്നെ കുറേ കോഫി ഇങ്ങനത്തെ വേറെ കുറേ വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഇത് ആദ്യമായിട്ട് മേടിച്ച് നോക്കിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് മൈസൂർ സാൻഡൽ സോപ്പ് നമ്മളെ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിങ്ക് വേണമെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. ഇങ്ങനത്തെ വലിയ ചക്ക സോപ്പാണ്. 3 വരുന്നത്. 190 എത്രയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതിൽ ഞാൻ എന്താ പറയുക, രസം തോന്നിയിട്ട് അങ്ങനെ മേടിച്ച് നോക്കിയാണ് കേട്ടോ. ആ ഒരു ചന്ദനത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. നോർമൽ ആയിട്ടുള്ളൊരു സോപ്പ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് വെറുതെ മൈസൂർ സാൻഡൽ സോപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫേമസ് ആണല്ലോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സോപ്പ് തന്നെ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ടോ അല്ലേ, കഴിഞ്ഞ വീട്ടിൽ തന്നെ തോന്നുന്നു, മാമഅർത്തിൻ്റെ ഒരു ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറും അതേപോലെ തന്നെ ഒരു ഷാമ്പുവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ താരൻ്റെ പ്രശ്നങ്ങൾ, തലയിൽ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലൊക്കെ തോന്നില്ലേ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല ഷാമ്പു അതേപോലെ തന്നെ കണ്ടീഷണറുമാണ്. മിക്കവാറും നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ഷാമ്പു ഈ താരൻ്റെ ഒക്കെ മേടിക്കുന്ന സമയത്ത് നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഷാമ്പു അതിനുശേഷം നമ്മൾ കണ്ടീഷണർ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്ര ആ ഒരു ഡ്രൈ ആയിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നോർമലി ഉള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ പേർക്ക് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഷാമ്പു കണ്ടീഷണർ. പിന്നെ ഇത് ഡവിൻ്റെ നമ്മൾ ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷാണ്. നമ്മൾ സോപ്പിന് പകരം ഉപയോഗിക്കുന്ന നോർമൽ ബോഡി വാഷ്. ഇത് ഞാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കുളിക്കാനായിട്ട് ഈ ഒരു ബോഡി വാഷ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ.